1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. ഒന്ന് ഈ കൈ ഒന്ന് ഒതുക്കി തരൂ. എന്റെ മോനെ കണ്ണാ, ലക്ഷ്മിയെ കാണാനുണ്ടെന്നുള്ള വാർത്ത അറിഞ്ഞപ്പോ മുതല് ഞാനും എന്റെ അമ്മയും മോനെ വന്നൊന്ന് കാണുന്നത് പറഞ്ഞിരിക്കുകയായിരുന്നു. അതെ കണ്ണ, അതെ, ഞങ്ങള് വലിയ വിഷമത്തിലാ. ഞങ്ങൾക്കൊക്കെ ലക്ഷ്മിക്ക് വലിയൊരു ഭാഗ്യം കിട്ടിയതില് കുറച്ച് അസൂയെ കുശുമ്പൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് അവളെ കണ്ണന്റെ അടുത്തുനിന്ന് വേർപെടുത്തണമെന്ന് ഒരിക്കൽ പോലും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ സ്നേഹത്തോടെ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുത്തതോ? അയ്യോ, ഞങ്ങളോ? അയാളെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ വേണ്ടിട്ട് ഗുണ്ടകൾക്ക് കാശെറിഞ്ഞു കൊടുത്തതോ? അയ്യോ, അത് നിന്റെ തെറ്റിദ്ധാരണയാ മോനെ. ഒരു തെറ്റിദ്ധാരണയില്ല, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാ. എന്തറിയാവുന്ന മോനി പറയുന്നേ? ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാ കണ്ണനും കണ്ണന്റെ കൂട്ടുകാരനൊക്കെ അങ്ങ് ദേഷ്യം വരും. കണ്ണ, കാണാതായ ഞങ്ങളുടെ കൊച്ചിനെ കുറിച്ച് അപവാദം പറയുകയാണെന്ന് കരുതരുത്. ആ മേഘൻ ലക്ഷ്മിയുടെ പിന്നാലെയൊക്കെ നടന്നു എന്ന് പറയുന്നതല്ല സത്യം. അവന്റെ പിന്നാലെ ലക്ഷ്മി ആയിരിക്കും നടന്നത്. അതെ, അവർക്ക് അങ്ങനെ ഒരു കുഴപ്പമുള്ളതുകൊണ്ടാ കണ്ണനൊന്ന് സൂക്ഷിക്കണമെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പറഞ്ഞത്. ഞാൻ മാത്രമല്ല, മഹിയും സൂക്ഷിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഏത് നിമിഷവും മരണമായിട്ട് ആള് പിന്നാലെയുണ്ടെന്ന് മഹി എപ്പോഴും പറയുമായിരുന്നു. എന്റെ മഹിയുടെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. പക്ഷേ കുറച്ചു മുമ്പ് മഹി ഇവിടെ ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോ നിങ്ങളെന്താ അങ്ങ് ഞെട്ടിയത്? ഞങ്ങൾ എന്തിനാ ചേട്ടുന്ന? ലക്ഷ്മി ഇപ്പൊ ഇവിടെ വന്നോ? ചെറിയ മയക്കത്തില് അയാളതെ ഇവിടെ എന്റെ അരികിൽ വന്നിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഇപ്പോ രണ്ടാൾക്കും ആശ്വാസമായല്ലോ. അതുപോലെ തന്നെ ഇന്നലെ രാത്രിയിലുണ്ടായ സംഭവം ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു അനന്തു? അല്ല, ഇന്നലെ രാത്രി എന്ത് സംഭവം ഉണ്ടായേ? അത് ഇന്നലെ രാത്രി ഈ ബെഡിൽ എന്റെ അരികിൽ വന്ന് കിടന്നു എന്റെ മഹി. അത് സ്വപ്നമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അവളുടെ പ്രേതത്തെ ആയിരിക്കും ഇവൻ കണ്ടത്. ആഗ്രഹങ്ങൾ ഒരുപാട് ബാക്കി വെച്ചിട്ട് മരിച്ചുപോയവരുടെ ആത്മാക്കൾ ഇവിടേക്ക് ഇങ്ങനെ അലഞ്ഞു തിരിയുമെന്ന് കേട്ടിട്ടുണ്ട്. ഇനി നിങ്ങളൊക്കെ കൊന്ന മഹിയുടെ ആത്മാവായിരിക്കും അതെന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെയൊന്നും പറയാതടാ. നിന്റെ മഹിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അത് കൃത്യമായിട്ട് അറിയാവുന്നത് ഇവർക്കൊക്കെയാ. എന്താ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നേ? നമുക്കതിനെ പറ്റിയൊക്കെ എന്തറിയാനാ? അതെ മോനെ, നെറ്റിയിലെ ഈ ചുവന്ന കുറിയുണ്ടോ? കണ്ട, ഞങ്ങള് ഉഗ്രശക്തിയുള്ള ഒരു കരിങ്കാളി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടാ വരുന്നേ. അതെ, ലക്ഷ്മി മോളും മടങ്ങി വരണമെന്ന് നെഞ്ചു പൊട്ടിയാ പ്രാർത്ഥിച്ചത്. പിന്നെ ഇവൻ അർച്ചനെ വഴിപാടും ഒക്കെ നടത്തിയിരുന്നു. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിങ്ങളെ കൊണ്ടേ പറ്റൂ. ലോകത്ത് ഇതുപോലുള്ള ജീവികളെ അപൂർവമായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ. ലക്ഷ്മി പോയതില് മോൻ എന്തുമാത്രം സങ്കടമുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല. പിന്നെ കർക്കിടകമായിട്ട് മോനെ വന്നൊന്ന് കാണണം. ഇവിടെ 1-2 ദിവസം കിടക്കുകയും വേണം എന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങൾ വന്നത്. മോൻ അറിയാവുന്നല്ലേ, ഒരുത്തൻ എന്നെ തല്ലി സഹിച്ചിട്ട് അധിക ദിവസമൊന്നും ആയിട്ടില്ല. ശരീരം ഒന്ന് സെറ്റായിട്ട് വരുന്നതേ ഉള്ളൂ. ഇനി തോമസ് വൈദ്യനെ കൊണ്ടൊന്ന് തടവിക്കണം. ഇത് കുറച്ച് നന്നായിട്ട് പോകുന്ന ആശ്രമം പോലത്തെ ഒരു വീടാണ്. അതിന്റെ പവിത്രത കൂടി ഇല്ലാതാക്കാനാണോ അമ്മയും മോനും കൂടി ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോ, പക്ഷേ കണ്ണന് താങ്ങും തണലുമായിട്ട് നിൽക്കേണ്ടവളെ കാണാതായതിന്റെ വിഷമത്തിൽ തന്നെയാ ഞങ്ങളും. എന്നാ ശരി മോനെ, അവള് മടങ്ങി വരും. പിന്നെ ആരുടെങ്കിലും കൂടെ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ പേടിക്കാനുള്ളൂ.
എന്റെ ഭഗവാനെ, അങ്ങനെ പോകാതിരിക്കട്ടെ. എന്നാ പിന്നെ നമുക്ക് പോകാം പ്രതാപ. വൈദ്യുതി ഒന്ന് കാണണം. ശരി. ശരി മക്കളെ. തോമസ് വൈദ്യനെ ഒന്ന് കാണണം. മോനെ ചികിത്സിക്കുന്ന അതേ ആളെ. വാ. വാ അമ്മേ.